السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക പരിപാലകരും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മനസ്സും ശരീരവുമെല്ലാം തിളക്കമാർന്ന രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായി തീരാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും താക്കീതുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ വെടിയുകയും ചിലത് നമ്മൾ ജീവിതത്തിൽ നിന്ന് പറ്റെ തുടച്ചു നീക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്ത അവയിലെല്ലാം വമ്പിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ സ്വഭാവമാകട്ടെ, സംസ്കാരമാകട്ടെ, നമ്മുടെ പെരുമാറ്റ രീതികളാകട്ടെ, അവയിൽ ചിലത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്. അത് നമ്മൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുടെ സ്വഭാവങ്ങളിലും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സ്വഭാവങ്ങളിലും സമീപനങ്ങളിലും അവ ഉപേക്ഷിക്കുവാൻ നമ്മൾ നിർദ്ദേശിക്കണം. കാരണം ഇവിടെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാലും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ നൽകുന്ന സന്ദർഭത്തിൽ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലബു ഇലാ അഹ്ലിഹി മസ്റൂറാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ്, തന്റെ രേഖ തന്റെ വലത് കൈയിൽ ഏതൊരുവന് നൽകപ്പെട്ടുവോ, ആരുടെ കയ്യിലാണ് വലത്തെ കയ്യിലായിക്കൊണ്ട് അള്ളാഹു വേദഗ്രന്ഥം നൽകിയത് എങ്കിൽ അവന് ലഘുവായ രീതിയിലുള്ള വിചാരണ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഏതൊരാൾ ആ രീതിയിൽ നൽകപ്പെട്ടുകൊണ്ട് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോകുന്നുവോ അങ്ങനെയുള്ള ഒരാൾക്കാണ് രക്ഷപ്പെടാൻ കഴിയുക. ചില ആളുകളുടെ ഇടത് കയ്യിലായിരിക്കും അള്ളാഹു വേദഗ്രന്ഥം നൽകുക, ഇടത്തെ കയ്യിൽ. അത് വളരെയധികം പ്രയാസകരവും വേദനാജനകവുമായ അവസ്ഥയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ. ഏതൊരുവന്റെ കയ്യിൽ
അത് ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവനാണോ അവൻ പറയും, ഹാ, ഇതെന്തൊരു ഗ്രന്ഥമാണ്, എനിക്ക് നൽകിയ ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ പറയും. മാത്രമല്ല, എന്റെ വിചാരണ അത് എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നും അവൻ വിലപിക്കും. അപ്പൊ പരലോകത്ത് നാളെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ഇടത് കൈയിൽ അള്ളാഹു ഗ്രന്ഥം നൽകുന്ന ചില വ്യക്തികൾ, അതുപോലെ വലത് കൈയിൽ വേദഗ്രന്ഥം നൽകുന്ന, അല്ലെങ്കിൽ വലത് കൈയിൽ അവന്റേതായ രേഖകൾ അവന് നൽകപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ നൽകപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ രക്ഷപ്പെടുന്നു എന്നതാണ്. പിന്നെയോ ചില വ്യക്തികളുടെ നന്മതിന്മകളെ അള്ളാഹു തൂക്കും. ചില ആളുകൾ വലിയ തടിയും ശരീരവും ശരീരപ്രകൃതിയും ഒക്കെയുള്ളവരായിരിക്കും. എന്നാൽ ഇന്നഹു ലയഅതി റജുലുൽ അലീമുസ് സമീൻ യൗമൽ ഖിയാമത്തി ലാ യസീനു ഇൻദല്ലാഹ് ജനാഹ ബഊദത്തിൻ വഖാല ഇഖ്റഊ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസിനാ. ചില ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അന്ത്യനാളിൽ തടിച്ചു കൊഴുത്ത നല്ല ശരീരപ്രകൃതിയുള്ള ചില മനുഷ്യന്മാർ അവരിങ്ങനെ കടന്നു വരും. എന്നാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തുന്ന നിമിഷത്തിൽ ഒരു കൊതുകിന്റെ ചിറകിനോളം ഒന്നുമില്ലാത്ത നിസ്സാരമായ ഭാരമായിട്ടായിരിക്കും. അങ്ങനെ അവരോട് അവരുടെ കയ്യിൽ ഗ്രന്ഥം നൽകിയിട്ട്, അല്ലെങ്കിൽ അവരോട് പറയും, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസിനാ. നാം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരു തൂക്കവും നിലനിർത്താത്ത അവസ്ഥയിൽ അവരെ മാറ്റും. അതായത് ശരീരത്തിന്റെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് അവന്റെ മനസ്സ്, ശരീരത്തിന്റെ അവന്റെ ഹൃദയാന്തരാളങ്ങളിൽ അല്ലെങ്കിൽ ഹൃദയത്തിലേക്കാണ് റബ്ബ് നോക്കുന്നത്. അവിടെ എന്താണോ ഉള്ളത് അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു വിചാരണ. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അറാഖ് മരത്തിൽ ഒരു മിസ്വാക്ക് ശേഖരിക്കുകയാണ്. അങ്ങനെ അറാഖ് മരത്തിന്റെ മുകളിൽ കയറി മിസ്വാക്ക് ശേഖരിക്കുന്ന നിമിഷത്തിൽ അന്നഹു കാന യജ്തനിബി സിവാക മിനൽ അറാഖ് വകാന ദഖീഖ അസ്സാകിൻ ഫജഅലത് റീഹു തഖഫഉ ഫളഹിക്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്ന ചില സ്വഹാബിവര്യന്മാര് അവരിങ്ങനെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. എന്താണ് ചിരിക്കുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, മിമ്മ തൽഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മിൻ ദിക്കത്തി സാഖൈഹ്, അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ, അദ്ദേഹത്തിന്റെ കാലിന്റെ വിരലുകൾ, അദ്ദേഹത്തിന്റെ കാലുകൾ വളരെ മെലിഞ്ഞ കാലുകളാണ്. അതും ആ മരത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രകൃതവും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത് എന്ന് ചില ആളുകൾ, ചില സ്വഹാബിയന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകന്റെ മറുപടി, വല്ലദീ നഫ്സീ ബിയദി ലഹുമാ അസ്ഖലു ഫിൽ മീസാൻ മിൻ ഉഹദ്. നാളെ ഖിയാമത്ത് നാളിൽ, അന്ത്യദിനത്തിൽ മീസാനിൽ ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരമുള്ള കാൽപാദങ്ങളുമായിട്ടാണ് ആര് കടന്നു വരിക? നന്മയുടെ തുലാസ് തൂക്കുന്ന സന്ദർഭത്തിൽ ഉഹദ് മലയേക്കാൾ ഭാരമുള്ള കാൽപാദങ്ങളുമായിട്ടാണ് ഈ സഹാബിയുരൻ കടന്നു വരിക. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധിയും ജീവിത വിശുദ്ധിയും അത്രമാത്രം തിളക്കമാർന്ന രീതിയിലായിരുന്നു. എന്നാലോ ആ അവസ്ഥ വരുന്ന നിമിഷങ്ങളിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉപ്പയോ ഉമ്മയോ അവരുടെ നമസ്കാരമോ അവരുടെ നോമ്പോ അവരുടെ സൽപ്രവർത്തനങ്ങളോ ഒന്നും നമുക്കൊരു തരത്തിലും ഉപകരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാം, ഫൈദാ ജാഅതിസ് സ്വാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംരിഹി മിൻഹും യൗമഇദിൻ ശഅനൻ യുഅനീം. ചെകിടടിപ്പിക്കുന്ന ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ, ഏതാണ് ആ ശബ്ദം? മനുഷ്യന് തന്റെ സഹോദരനെ വിട്ടുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു സന്ദർഭം. അതുപോലെ തന്നെ തന്റെ മാതാവിനെയും പിതാവിനെയും സന്താനങ്ങളെയും എല്ലാവരെയും ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം മനുഷ്യനിൽ വരാനിരിക്കുന്നു. ആ സന്ദർഭം, ആ നിമിഷം, അവിടെ ആരും വേണ്ട. ഗർഭിണികളായ സ്ത്രീകള് അവര് പോലും പ്രസവിച്ചു പോകുന്ന നിമിഷങ്ങള് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ തന്റെ കുഞ്ഞിനെ വലിച്ചെറിയുകയാ. ഒരിക്കലും ഒരു മാതാവിന് തന്റെ മക്കളെ
നിലത്തേക്ക് പോലും വെക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു നിമിഷം വരുന്നുണ്ട്. അതുപോലെ യൗമ തകൂനു സ്സമാഉ കൽമുഹിൽ വതകൂനുൽ ദിബാലു കൽഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും. അതായത് ആകാശം ഉരുകിയ ലോഹം പോലെ ആയിത്തീരുന്ന ഒരു നിമിഷം. ലോഹം എത്രമാത്രമാണോ ഉരുകിയാൽ അതിൻ്റെ പ്രയാസമുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലോഹം അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ തകിട് അതും തീ തട്ടിയാൽ ഭയങ്കരമായ ചൂടായിരിക്കും. അതുപോലെ ആകാശത്തെ ഉരുക്കുന്ന ഒരു സന്ദർഭം. പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയും, പിന്നെ ഒരു ബന്ധുവിനും തന്റെ ബന്ധുവിനോട് യാതൊന്നും ചോദിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെ വരാനിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നന്മയുടെ വശങ്ങൾ. ഒന്ന്, അള്ളാഹു നമുക്ക് നൽകിയ ചില പ്രകൃതമുണ്ട്. നമ്മുടെ ജീവിതത്തിലും സ്വഭാവങ്ങളിലും തിന്മകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ നന്മയും ചെയ്യുന്നുണ്ട്. തിന്മ ചെയ്യുന്നതോടൊപ്പം അതിനെ പശ്ചാത്തപിക്കാനുള്ള അവസ്ഥയുമുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറഞ്ഞതായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ മുഹമ്മദ് ഹൽ തദ്രി ഫീമ യഹ്തസിബുൽ മലഉൽ അഅ്ലാ. ഉന്നതികളിൽ വിഹരിക്കുന്ന മലക്കുകൾ എന്തിനാണ് തർക്കിക്കുന്നത് എന്ന് മുഹമ്മദേ നിനക്കറിയുമോ? ഖുൽ നഅം ഫിദ് ദറജാതി വൽ കഫാറ വനഖ്ലിൽ അഖ്ദാമി ഇലൽ ജമാഅ വഇസ്ബാഇൽ വുളൂഇ ഫിസ് സബറാത്ത്. എന്തിനാണ് മലക്കുകൾ തർക്കിക്കുന്നത്? പദവികളിലും പ്രായശ്ചിത്തങ്ങളിലും അതുപോലെ ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് കാലുകൾ ചലിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സന്ദർഭത്തിൽ വുളു പൂർണ്ണമായി കൊണ്ട് വുളു എടുക്കുകയും, അതുപോലെ ഒരു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മറ്റേ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവരുമായ ചില ആളുകൾ. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ, അയാൾ നന്മയിൽ ജീവിച്ചു, നന്മയിൽ മരിച്ചു. അങ്ങനെയുള്ള ചില ആളുകൾ അവരുടെ പദവികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിലാണ് ചില മലക്കുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്? ആ മലക്കുകൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പദവികളുടെ ആ വിഷയത്തിൽ അവര് തൻ്റെ ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് എങ്ങനെയായിരുന്നുവോ അത്രയും പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ അവസ്ഥയിൽ ആയിത്തീരുന്ന നിമിഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു മനസ്സായി തീരാൻ, ശുദ്ധമായ പ്രകൃതമായി തീരാൻ, അതിനാണ് മനുഷ്യനോട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതിനെന്ത് വേണം? മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു പ്രകൃതമാണ് വിനയം എന്നത്. അഹങ്കാരത്തെ ഉപേക്ഷ വരുത്തി മനസ്സിനെ വിമലീകരിക്കുക, ശുദ്ധീകരിക്കുക. എല്ലാ തിന്മകളിൽ നിന്നും മനസ്സിനെ കടഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പ്രകൃതമുണ്ടായിരിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. ബൈനമാ റജുലുൻ യതബഖ്തറു, ഒരാൾ തന്റെ ഇരുവസ്ത്രങ്ങളിൽ അഹങ്കരിച്ചുകൊണ്ട് പ്രതാപിയായി അഹങ്കാരിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യംശീ ഫീ ബുർദ, അതായത് തന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ പെരുമ നടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. ഖഅദ അഅജബതു നഫ്സുഹു, അയാൾക്ക് തന്നെ അയാളുടെ കാര്യത്തിൽ ആശ്ചര്യം തോന്നുകയാ, അത്ഭുതം തോന്നുകയാ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഫഖസഫല്ലാഹു ബിൽ അർള്, അയാൾ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എന്തേ? അയാളിൽ അഹങ്കാരമുണ്ടായതുകൊണ്ട് അയാൾ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തുകയും ചെയ്തു. ഫഹുവ യതൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. എന്താണ് ആ മനുഷ്യനിൽ കാണുന്നത്? അഹങ്കാരമുണ്ടായി എന്നതാണ്. അഹങ്കാരം നിമിത്തം അഹങ്കാരികൾക്ക് ലഭ്യമാകുന്ന ശിക്ഷയെ കുറിച്ചാണ്. അതുപോലെ ഒരാൾ വിനയം കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു പദവികൾ, ദറജകൾ ഉയർത്തിക്കൊടുക്കും. മൻകാന സഹിലൻ ഹയ്യിനൻ ലയ്യിന ഹറമല്ലാഹു അലന്നാർ, ആരെങ്കിലും ലോല ഹൃദയങ്ങൾ, ഏത് വിഷയത്തിനും ആരെന്ത് പറഞ്ഞാലും ഉടനെ പ്രതികരിക്കുകയല്ല, മറിച്ച് പക്വമായ സമീപനത്തോടെ നല്ല മനസ്സോടുകൂടി ഒരാൾ സംസാരിക്കുന്നു, മൃദുലമായി പെരുമാറുന്നുവെങ്കിൽ അയാൾക്ക് അല്ലാഹു നരകത്തെ നിഷിദ്ധമാക്കും. എന്തുണ്ടായാൽ? നല്ല സംസാരവും പക്വമായ സമീപനവും മൃദുലമായ ചിന്തയുമായി ഒരു മനുഷ്യൻ നടന്നു കഴിഞ്ഞാൽ. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ഹൃദയത്തിൽ ഒരു മനുഷ്യന് ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടായാൽ, ഞാൻ തിരക്കേടില്ല, ഞാൻ എല്ലാം തികഞ്ഞവനാ എന്ന രീതിയിൽ തോന്നിക്കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ അൽ കിബ്റു ബത്റുൽ ഹഖ് വഅംതുൻ നാസ്, എന്താണ് അഹങ്കാരം?
കിബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഹങ്കാരം. ഒരു കാര്യം സത്യമാണ് എന്നറിയാം, പക്ഷേ തന്റെ പ്രകൃതം കൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ സത്യത്തെ മറച്ചു വെക്കുകയും പറഞ്ഞു തരുന്നവന്റെ തിരുത്തി തരുന്നവന്റെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ട് ആ സത്യത്തെ നിരാകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് അഹങ്കാരം എന്നത്. നോക്കൂ നിങ്ങൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിക്കുകയാണ്, അലാ ഉഖ്ബിറുകും ബി അഹ്ലിൻ നാർ, നരകാവകാശികളായ വ്യക്തികൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് അവിടുന്ന് പഠിപ്പിക്കുന്നു, കുല്ലു ഖുതുല്ലിൻ ജവാദിൻ മുസ്തഖിർ, എല്ലാ അഹങ്കാരികളും തോന്നിവാസികളും അതുപോലെ തന്നെ ക്രൂരന്മാരും പരുഷമായ പ്രകൃതമുള്ളവരുമാണ് നരകത്തിന്റെ ആളുകൾ, നരകാവകാശികളായ ആളുകൾ എന്നതാണ്. അപ്പോ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അഹങ്കാരം കളഞ്ഞ് മനസ്സിനെ വിമലീകരിക്കാൻ പറ്റും. എങ്ങനെയായിരുന്നു കഴിഞ്ഞാൽ, നമ്മെ ആര് എന്ത് കാര്യം നമ്മോട് ചോദിച്ചു കഴിഞ്ഞാലും നൽകാൻ കഴിയുന്ന പ്രകൃതം. അതുപോലെ ഒരാളൊരു സഹായത്തിനോ ഒരു കാര്യത്തിനോ നമ്മോട് പോരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ സംസാരിക്കുകയോ പെരുമാറുകയോ അവരുടെ കൂടെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എന്തൊക്കെയോ താഴ്ന്നു പോകുന്ന ഒരവസ്ഥ, അത് ആവശ്യമില്ല. എത്രത്തോളം ഒരു മനുഷ്യന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് യാത്രയിൽ അയാളെ സമീപിക്കുന്നതിന്റെ അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരാവശ്യത്തിന് ഇന്ന സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നുവെങ്കിൽ, അയാളുടെ ആവശ്യ നിർവഹണത്തിനായി അയാളുടെ പിറകെ ഒരാൾ പോകുന്നുവെങ്കിൽ അയാളുടെ മഹത്വത്തെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഹബ്ബുന്നാസ് ഇലല്ലാഹി തആല അൻഫഹും ലിന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ്? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരായ മനുഷ്യന്മാർ, അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറൻ യുദ്ഖിലുഹും അലൽ മുസ്ലിം, അതുപോലെ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന വ്യക്തി, മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന വ്യക്തി. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, ഔ യക്ഷിഫു അൻ കുർബ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക എന്നത്. ഔ യഖ്ലി അൻഹു ദീനൻ, അതായത് ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ ഞെരുക്കമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ സഹായിക്കാൻ കഴിയുന്ന മനസ്സുണ്ടാവുക എന്നത്. ഔ യത്റുദു അൻഹു ജൂ, ഇനിയോ ഒരാൾക്ക് നല്ല വിശപ്പാണ്, അയാളുടെ വിശപ്പിനെ മാറ്റാൻ കഴിയുന്നുവെങ്കിൽ. അതുപോലെ വലി അൻ അംശിയ മഅഖിൻ ഫീ ഹാജത്തിൻ ഹത്താ യുഖ്തുഖ്ലാ അഹബ്ബു ഇലയ്യ മിൻ അൻ അൽതിക ഫീ ഹാദിൽ മസ്ജിദ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ, മദീനയിലെ മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ ആ മദീനയിലെ മസ്ജിദ് നബവിയിൽ വെച്ചുകൊണ്ട് ഒരു റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ മറ്റു പള്ളികളിൽ 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പള്ളിയിൽ ആ പള്ളിയിൽ അതിന്റെ പോരിശയും പ്രാധാന്യവും പഠിപ്പിച്ച അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാം, വലി അൻ അംശി മാഖിൻ ഫീ ഹാജ ഹത്താ തുഖ്ലാ അഹബ്ബു ഇലയ്യ മിൻ അൻ അൽതിഖ ഫീ ഹാദൽ മസ്ജിദ് യഅനി മസ്ജിദുൽ മദീന ശഹ്റാ. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ അവിടെ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നെ ഒരു സഹായത്തിന് വിളിക്കുന്നു, എന്നോട് ഇന്ന സ്ഥലം വരെ പോരോ, അല്ലെങ്കിൽ എന്നോട് ഇന്ന സ്ഥലം വരെ എന്റെ കൂടെ പോരുമോ ഒരാവശ്യത്തിനെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കൂടെ പോകുന്നതാണ് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലം എനിക്ക് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഒരു മനുഷ്യന്റെ കാര്യങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നത്. അങ്ങനെ ചെയ്യുന്നതോടെ മൻ നഫസ അൻ മുഅ്മിൻ കുർബത മിൻ കുറബിദ് ദുനിയ, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ക്ലേശം, ഏതെങ്കിലും ഒരു പ്രയാസം ഒരാൾ ദൂരീകരിച്ചു കൊടുക്കുന്നുവെങ്കിൽ എന്തുണ്ടാകും? ദുനിയാവിൽ അവൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും. അതുപോലെ നഫസല്ലാഹു അൻ കുർബത മിൻ കുറബി യൗമിൽ ഖിയാമ, ഇനിയോ ഒരു മനുഷ്യന്, ആ മനുഷ്യനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വല്ല രീതിയിലും സഹായമായി വർത്തിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പ്രയാസങ്ങളെ നീക്കുന്നുവെങ്കിൽ ഖിയാമത്ത് നാളിലെ വലിയ പ്രയാസത്തെയും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയാ വൽ ആഖിറ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു കാര്യം എളുപ്പമാക്കി കൊടുക്കാൻ, ഏതെങ്കിലും ഒരു കാര്യം
സഹായം ചെയ്തു കൊടുക്കാനും അയാൾക്ക് അതിന് ഏതെങ്കിലും ഇത് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായമായി നമ്മൾ വർത്തിക്കുന്നുവെങ്കിൽ എന്തുണ്ടാകും? ഇഹലോകത്തിലും പരലോകത്തിലും അള്ളാഹു നമുക്ക് സഹായമായി വർത്തിക്കും, അല്ലെങ്കിൽ സഹായം നൽകുമെന്നത്. പിന്നെയോ വമൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ. ഒരു മനുഷ്യന്റെ ഒരു ന്യൂനത നമുക്കറിയാം, ആ ന്യൂനത നമ്മൾ മറച്ചു വെക്കുന്നുവെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ നമ്മുടെ ന്യൂനതയെയും അള്ളാഹു മറച്ചു വെക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അതുപോലെ അള്ളാഹു ഒരു അടിമയുടെ സഹായിയാണ്. അയാൾ തന്റെ സഹോദരനെ എത്ര കാലം സഹായിക്കുന്നുവോ അത്രയും കാലം ആര് സഹായിയാണ്? അള്ളാഹു സഹായിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ വർത്തിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ്, നമ്മുടെ മനസ്സിനെ വിമലീകരിക്കുകയാണ്. തിളക്കമാർന്ന മനസ്സിന്റെ ഉടമകളായി തീരാൻ നമുക്ക് സാധിക്കുകയാണ് എന്നതാണ്. കാരണം നാളെ റബ്ബ് നമ്മളെ പലതരത്തിലും ചോദ്യങ്ങൾ ചെയ്യും. ഓരോ വിഷയങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മോട് ചോദിക്കും. ഏതൊക്കെയാ ചോദിക്കുന്നത്? ലാ തസൂല ഖദമ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസ്. 5 അവസരങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാതെ, ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയുടെയും കാൽപാദങ്ങളെ മുന്നോട്ട് വെക്കാൻ അയാൾക്ക് സാധിക്കില്ല. 5 കാര്യങ്ങളെ കുറിച്ച് അയാളോട് ചോദിക്കും. ഏതൊക്കെയാണ്? അൻ ഉംരിഹി ഫീമാ അഫ്നാ. നീ നിന്റെ ആയുസ് എന്തിലാടോ ചെലവഴിച്ചത്? നിനക്ക് നൽകിയ ആയുസ് നീ എന്തിനാ, എങ്ങനെയാ ചെലവഴിച്ചത്? വൻ ശബാബി ഫീമാ അബ്ലാ. നിനക്ക് നൽകിയ യുവത്വം നീ എന്തിനാ, അല്ലെങ്കിൽ എങ്ങനെയാ യുവത്വ കാലഘട്ടം ചിലവഴിച്ചത്? വൻ മാലിഹി മിൻ ഐനി ഇക്തസബ. നിനക്ക് ഞാൻ സമ്പത്ത് നൽകി. വഫീമ അൻഫഖ. ആ സമ്പത്ത് നീ എവിടെയാണ് വിനിയോഗിച്ചത്? വൻ ഇൽമിഹി മാദാ അമില ഫീ. അതുപോലെ തന്നെ സമ്പത്ത് എവിടുന്ന് നൽകി, അല്ലെ സമ്പത്ത് എവിടുന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ അവസാനമായി ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് തന്റെ അറിവിനെ കുറിച്ചാണ്. അറിവ് കൊണ്ട് നീ എന്താണ് കർമ്മം ചെയ്തത്, നീ എന്ത് നന്മയാണ് നീ പ്രവർത്തിച്ചത് എന്ന് മനുഷ്യനോട് ചോദിക്കുമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നന്നാക്കി തീർക്കാനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നന്മയുടെ വശങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. ഏതാണ് ആ നന്മയുടെ വശങ്ങൾ? നോക്കൂ നിങ്ങൾ, നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടുകാരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഊഹങ്ങളും അത്തരത്തിലുള്ള അവസ്ഥകളും മുഴുവനും നമ്മൾ ഉപേക്ഷിക്കുക എന്നത്. അങ്ങനെ ഉപേക്ഷിക്കുക അൽ മുസ്ലിം അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാ എന്ന് നമ്മോട് പഠിപ്പിച്ചു. ലാ യഹൂനു വലാ യക്ദിബു വലാ യഹ്ദുലുഹു. അതുപോലെ തന്നെ ഒരിക്കലും അവനെ കളവാക്കുകയോ വഞ്ചിക്കുകയോ അതുപോലെ തന്നെ കള്ളം പറയുകയോ കൈവടിയുകയോ ഒന്നും ചെയ്യില്ല ആര്? യഥാർത്ഥ കൂട്ടുകാരനാണെങ്കിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ ചിലതൊക്കെ ഹറാമാണ്, നിഷിദ്ധമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇർലുഹു വ മാലുഹു വ ദമ്മുഹു. അവന്റെ അഭിമാനമാണ്, അവന്റെ ധനമാണ്, അതുപോലെ അവന്റെ രക്തമാണ്. ഇതൊരിക്കലും ഹനിക്കാൻ പാടില്ല. പിന്നെയോ അത്തഖ്വാ ഹാഹുനാ. തഖ്വ, ഭയഭക്തി, സൂക്ഷ്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെഞ്ഞിലേക്ക് വിരലുകൾ ചൂണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് വീണ്ടും പഠിപ്പിക്കുകയാണ്, ലാ തഹാസദു. നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. ഒരാൾക്ക് അല്ലാഹു നൽകിയ കഴിവിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നന്മയുടെ വശങ്ങളിൽ നമ്മൾ അയാളുടെ മേൽ അസൂയ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സമ്പത്തിന്റെ വിഷയത്തിലോ ഐശ്വര്യത്തിന്റെ വിഷയത്തിലോ അയാൾക്ക് അല്ലാഹു നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. വലാ തനാജശു വലാ തബാഅളു. അതുപോലെ ഒരിക്കലും വില പറയുകയോ വില കയറ്റി പറയുകയോ, അതുപോലെ തന്നെ ഒരാളൊരു കച്ചവടം ചെയ്യും അതിനേക്കാൾ മേൽ കച്ചവടം ചെയ്തുകൊണ്ട് ആ കച്ചവടത്തെ തട്ടിയെടുക്കുകയോ ചെയ്യാവതല്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാ, നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളാണെങ്കിൽ നമ്മുടെ സഹോദരനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. അതെന്താണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്? റസൂൽ പഠിപ്പിക്കുകയാണ്, ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത്, തനിക്കൊരു കാര്യം കിട്ടി, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടി, എന്തെങ്കിലും ഒരു സാധനം കിട്ടി, അത് തന്റെ സഹോദരനും കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്ഥിതി അതുണ്ടാകുന്നുവെങ്കിൽ, താൻ ഇഷ്ടപ്പെട്ട് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയായി തീരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രകൃതം ഒരാളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ എന്തുണ്ടാകുന്നു? അയാളുടെ മനസ്സിനെ അയാൾ തന്നെ ശുദ്ധീകരിക്കുകയാണ്. പിന്നെയോ തന്റെ സഹോദരനെ സഹോദരനായി പരിഗണിക്കാൻ കഴിയുക. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹഖ്ഖുൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനുള്ള
കടമകൾ, ബാധ്യതകൾ അത് 6 ഒന്നാമത് അവിടുന്ന് പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നിന്നോട് അവൻ സലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ അല്ലെങ്കിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയുക എന്നത്. സലാം പറഞ്ഞാൽ സലാം അടക്കുക, കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നത്. വഇദാ ദആക ഫഅജ്ബു, അതുപോലെ തന്നെ അവർ എന്തെങ്കിലും കാര്യത്തിൽ നിന്നെ ക്ഷണിച്ചു, വല്ല സൽക്കാരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വല്ല വിശേഷങ്ങളോ ഉണ്ടായപ്പോ നമ്മെ അതിഥി എന്ന രീതിയിൽ നമ്മെ ക്ഷണിക്കുമ്പോൾ നമ്മൾ അത് ചെല്ലുക, ആ ക്ഷണം സ്വീകരിക്കുക എന്നത്. പിന്നെയോ റസൂൽ അവിടുന്ന് വീണ്ടും പഠിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ നിന്നോട് എന്തെങ്കിലും ഒരു ഉപദേശം അവൻ ചോദിച്ചു, ഒരു നസീഹത്തായിട്ട് എനിക്കൊരു ഉപദേശം താ, ഞാൻ ഒരു പ്രതിസന്ധിയിൽ പെട്ടു, എനിക്ക് നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം താ എന്ന് ചോദിക്കുമ്പോൾ നീ അവന് ഉപദേശം നൽകുക. പിന്നെയോ അവനിങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തുമ്മി, അവൻ അള്ളാഹുവെ സ്തുതിച്ചു, എന്നാൽ നീ അതിന് മറുപടി നൽകുക. എങ്ങനെ? അവൻ സ്തുതിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി റഹ്മത്തുള്ളാ എന്ന രീതിയിൽ കാരുണ്യം പ്രാർത്ഥിക്കുക. പിന്നെയോ വഇദാ മരിദ, അവൻ രോഗിയായി കഴിഞ്ഞാൽ ഫഅദുഹു, അവനെ നീ സന്ദർശിക്കുക. വഇദാ മാത ഫത്തബിഹ്, അവൻ നിന്നെ വിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ ജനാസയെ നീ അനുഗമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനുള്ള കടമയായി, ബാധ്യതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വീണ്ടും അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, 7 കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പഠിപ്പിക്കുകയാണ്. അത് നിർദ്ദേശമായിക്കൊണ്ട്, കൽപ്പനയായിക്കൊണ്ട്. വനഹാനാ അൻ സബഅ, 7 കാര്യങ്ങൾ ഞങ്ങളോട് അവിടുന്ന് വിരോധിക്കുകയാണ്, ഉപേക്ഷ വരുത്താനായി ഞങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. അമറനാ ബിഇയാദത്തിൽ മരീദ്, ഒന്ന് രോഗിയെ സന്ദർശിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. വഇത്തിബാഇൽ ജനാസ, ജനാസയെ അനുഗമിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. വതശ്മിയത്തിൽ ആതിസ്, തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. വഇബ്റാറിൽ മുക്സിം, അതുപോലെ നീ കരാറ് പാലിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. വനസ്റുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട മനുഷ്യനെ സഹായിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. വഇജാബത്തി ദാഇ, നിന്നെ ഒരു കാര്യത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷണം സ്വീകരിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. വഇഫ്ശാഇസ് സലാം, സലാം പറയുക, വ്യാപിപ്പിക്കുക എന്ന് ഞങ്ങളോട് പഠിപ്പിച്ചു. വനഹാന അൻ ഖവാതിമി വതഖത്തുമി ബിദ്ദഹബ്, അതുപോലെ 7 കാര്യങ്ങൾ ഞങ്ങളോട് ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഏതൊക്കെയാണ് 7 കാര്യങ്ങൾ? ഒന്ന്, സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്നത് ഞങ്ങളോട് വിലക്കുകയുണ്ടായി. അതുപോലെ തന്നെ വൻ ശുർബതി ബിൽ ഫില്ല, വെള്ളിയുടെ പാത്രത്തിൽ പാനം കുടിക്കുക അല്ലെങ്കിൽ പാനം ചെയ്യുന്നത്, വെള്ളം കുടിക്കുന്നത് ഞങ്ങളോട് നിരോധിച്ചു. വനിൽ മയാദിരിൽ ഹുംർ, അതുപോലെ തന്നെ പരുത്തി ചേർത്ത് നിർമ്മിച്ച ചുവന്ന പട്ട് ധരിക്കുന്നതിനെ വിലക്കുകയുണ്ടായി ഞങ്ങളോട്. പിന്നെയോ വനിൽ കിസിയ്, അതുപോലെ ചണം ചേർത്ത് നെയ്ത പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. വൻ ലുബ്സിൽ ഹരീരി വൽ ഇസ്തബർക് വൽ ദീബാജ്, അതുപോലെ സാധാരണ പട്ടാണെങ്കിലും സ്വർണ്ണ കസവുള്ള പട്ടുവസ്ത്രമാണെങ്കിലും അതുപോലെ കട്ടിപ്പട്ടാണെങ്കിലും ഏതൊക്കെ രീതിയിലുള്ള പട്ടുവസ്ത്രങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങളോട് ഉപേക്ഷ വരുത്തി പുരുഷന്മാരോട്. എന്തേ? അത് അവർക്ക് അനുവദനീയമല്ല എന്ന രീതിയിൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൽപ്പനാസ്വരത്തിലും മറ്റേത് വിരോധിക്കാനുള്ള കൽപ്പനകളും അതുപോലെ ചെയ്യേണ്ടതായ കൽപ്പനകളുമായി കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെയോ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു പോയി, ആ തിന്മ ചെയ്തത് അള്ളാഹുവോട് പശ്ചാത്താപിക്കുക എന്നതല്ലാതെ നമ്മൾ ചെയ്ത തിന്മയെക്കുറിച്ച് ആളുകൾക്കിടയിൽ ഉറക്കെ വിളിച്ചു പറയുകയും അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുകയും ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ ഒരു വലിയ തിന്മ ചെയ്തു എന്ന രീതിയിൽ ആളുകളെ മുഴുവനും ആ തിന്മ അറിയിക്കുന്നത് നന്മയല്ല. കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുഹാജിരീൻ, എന്റെ സമൂഹത്തില് പരസ്യമായിട്ട് തെറ്റ് ചെയ്യാത്തവരായ മുഴുവൻ ആളുകളുടെയും തെറ്റുകൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. പബ്ലിക്കായിട്ട് ആളുകളെ മുഴുവനും കാണുമ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നതും രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പരസ്യമായി ചെയ്യുന്ന തെറ്റ് ഒന്നുകൂടി കാഠിന്യം കൂടുന്നു എന്നതാണ്. എന്നിട്ടോ വീണ്ടും പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അയാൾ രാത്രിയിൽ ഒരു തെറ്റ് ചെയ്തു, ഒരു തിന്മ ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞു. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹു അവന്റെ മേൽ മറച്ചു വെച്ച ആ തെറ്റിനെ, തിന്മയെ അവൻ ജനങ്ങൾക്കിടയിൽ വെളിപ്പെടുത്തുകയാ. യാ ഫുലാൻ അമിൽതുൽ ബാരിഹ കദാ വകദാ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങളോട് ഉറക്കെ പറയുന്ന മനുഷ്യൻ. വഖദ് ബാത യസ്ത്രു റബ്ബു,
റബ്ബ് ആ തിന്മയെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യ, നീ ഇത് പ്രകടിപ്പിക്കില്ലേ എന്ന രീതിയിൽ റബ്ബ് അതിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. അവൻ തന്നെയാണ് അവന്റെ തിന്മയെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ ആ തിന്മ ചെയ്തു എന്ന് ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായ മനുഷ്യൻ. അത് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നതാണ്. ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പിന്നെയോ, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു, പക്ഷേ നമ്മളത് ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ല, നമ്മളത് പ്രചരിപ്പിക്കാനും പാടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാം, ഇദാ സനത്തിൽ അമതു ഫതബയ്യന സിൻഹാ ഫൽയജ്ലിദ്ഹാ അൽ ഹദ്ദ വലാ യുസർരിബ് അലൈഹാ. ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് കൊണ്ടുവരികയാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ റസൂൽ പറയാണ്, എന്ത്? അവളുടെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ. അതുപോലെ മറ്റൊരിക്കൽ അവിടുന്ന് പറയുകയാ, ശിക്ഷാ നടപടി സ്വീകരിക്കാം, പക്ഷേ ഒരിക്കലും തന്നെ വലാ യുസർരിബ് അലൈഹാ, അവളെ നിങ്ങൾ പരസ്യമാക്കല്ലേ, വഷളാക്കല്ലേ, ആളുകൾക്കിടയിൽ അവളെ നീ മോശമാക്കല്ലേ. അവളെ വേണമെങ്കിൽ അവൾ പിന്നെയും വ്യഭിചരിച്ചു, പിന്നെയും വ്യഭിചരിക്കുന്നു, എന്നാലും അവളുടെ വ്യഭിചാരത്തെ ജനങ്ങൾക്കിടയിൽ നീ പരസ്യമാക്കൽ, അവളുടെ മേലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നല്ലാതെ. പിന്നെയും അവൾ വ്യഭിചരിച്ചു കഴിഞ്ഞാലോ ഒരു ചെറിയ കയറാണ് കിട്ടുന്നത്. ഒരു നമ്മുടെ അധീനതയുള്ള ഒരു സ്ത്രീയാണ്, ഒരു ദാസിയാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അധീനതയിലാണ്, ഒരു കയറാണ് അവളെ വിറ്റിട്ട് കിട്ടുന്നെങ്കിൽ അതിനെങ്കിലും അവളെ വിറ്റ് ഒഴിവാക്കുക എന്നതല്ലാതെ അവളുടെ കുറ്റങ്ങളെ, കുറവുകളെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവളെ നീ വഷളാക്കാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചില ആളുകൾ നല്ല മനുഷ്യന്മാരായിരിക്കും, നല്ല മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും സമീപനത്തിന്റെയും ആളുകളായിരിക്കും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമെന്ത്? അള്ളാഹുവേ, അയാളെപ്പോലെ എന്നെ ആക്കണമേ, എന്റെ മക്കൾ അങ്ങനെ ആക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ ചില ആളുകളെ കാണുമ്പോൾ അതുപോലെ ഒരിക്കലും ആവരുതേ എന്ന് നമ്മൾ പറയുന്നു. എന്നാലോ ചിലപ്പോ അയാൾ നല്ല മനുഷ്യനാണോ അല്ലേ എന്നത് അള്ളാഹുവാണ് അറിയാം. ഓരോ മനുഷ്യന്റെയും മനസ്സെങ്ങനെയാ, ഹൃദയം എങ്ങനെയാ, ചിന്ത എങ്ങനെയാ, അവരുടെ പെരുമാറ്റം എങ്ങനെയാ, റബ്ബിനെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളൂ. അതാണല്ലോ ലോകത്ത് 3 വ്യക്തികൾ സംസാരിക്കുകയുണ്ടായി. ഒന്ന് മറിയം ഈസ അലൈഹിസ്സലാമിന്റെ, അല്ലെങ്കിൽ മറിയം ബീവിയുടെ മകൻ ഈസ അലൈഹിസ്സലാമാണ്. മറ്റേത് ജുറൈജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കുട്ടിയാ. മൂന്നാമത്തെ കുട്ടി ഏതാ? മൂന്നാമത്തെ കുട്ടി അല്ലാഹുമ്മ ജഅൽ ബിനി മിസ്ല യർതളി, ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരു സ്ത്രീ, അവൾക്കൊരു കുട്ടിയുണ്ട്. കുട്ടിക്ക് ഇങ്ങനെ അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായ, ഗാംഭീര്യവും അത്യാകർഷകമായ, ഏറ്റവും പ്രതാപമുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി അതുവഴിയെ കടന്നു പോകുന്നു. അയാളെ കണ്ടപ്പോ ഉടനെ കുട്ടിക്ക് അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഉമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, അല്ലാഹുമ്മ, എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ലാ തജ്അൽനീ മിസ്ല, അയാളെപ്പോലെ എന്റെ കുട്ടിയെ നീ ആക്കേണമേ. അങ്ങനെ വീണ്ടും വീണ്ടും അല്ലാഹുമ്മ ജഅൽ ബിനി മിസ്ല, അല്ലാഹുമ്മ ജഅൽനീ ബിനി മിസ്ല എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ കുട്ടിയുടെ മറുപടി അല്ലാഹുമ്മ ലാ തജ്അൽനീ മിസ്ല, എന്നെ അയാളെപ്പോലെ ആക്കല്ലേ. ഉമ്മ പ്രാർത്ഥിക്കുന്നു, അല്ലാഹു എന്റെ കുട്ടി അതേപോലെ ആക്കേണമേ. എന്നാൽ കുട്ടിയുടെ പ്രാർത്ഥന, അല്ലാഹു എന്നെ അതുപോലെ ആക്കല്ലേ. പിന്നെയോ വീണ്ടും നടന്നു പോകവെയാണ്. അതുവഴിയെ വേറൊരു തിന്മ ചെയ്യുന്ന ഒരു സ്ത്രീയെ ജനങ്ങൾ പരസ്യമായിട്ട് ഒരു മോശപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരു സ്ത്രീയെ അടിക്കുകയും വ്യഭിചാരാരോപണം നടത്തിക്കൊണ്ട് വിമർശിക്കുകയും ഇകഴ്ത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുകയാണ്. ആ സന്ദർഭത്തിൽ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. സൈനത്തി സറക്തി ആ സ്ത്രീയെ കണ്ടപ്പോ, അല്ലെങ്കിൽ ആ മോശപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടപ്പോ ഉമ്മ പറയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ബിനി മിസ്ലഹ, എന്റെ കുട്ടിയെ അതുപോലെ നീ ആക്കല്ലേ നാഥാ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉടനെ കുട്ടിയുടെ പ്രാർത്ഥന ആ സ്ത്രീയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനി അല്ലാഹുമ്മ ലാ തജ്അൽനീ മിസ്ല എന്ന് പ്രാർത്ഥിക്കുമ്പോ എന്നെ ഒരിക്കലും അതുപോലെ ആക്കല്ലേ എന്ന് വീണ്ടും ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ്. ഉമ്മ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന്റെ കുട്ടിയെ, ഉമ്മയുടെ പ്രാർത്ഥന, അള്ളാഹുവിന്റെ ആ മോശപ്പെട്ട സ്ത്രീ, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ പരിഹസിക്കുന്ന സ്ത്രീയുടെ അതേ രൂപത്തിൽ എന്റെ കുട്ടിയെ ആക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടിയുടെ പ്രാർത്ഥന, അള്ളാഹുവേ എന്നെ അതുപോലെ ആക്കി തീർക്കണമേ എന്നാണ് കുട്ടിയുടെ പ്രാർത്ഥന. ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്, ഉമ്മയുടെ പ്രാർത്ഥനയും കുട്ടിയുടെ പ്രാർത്ഥനയും. അവസാനം ഉമ്മയും കുട്ടിയും പരസ്പരം സംസാരിക്കുകയാണ്.
ഉമ്മ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താ മോനെ നീ അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ് നീ അതുപോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ നല്ല പ്രൗഢഗാംഭീര്യവും അല്ലെങ്കിൽ സൗന്ദര്യവും കുലീനതയുമുള്ള ഒരു മനുഷ്യനെ പോലെ ആക്കല്ലേ എന്ന് നീ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? അത് ചോദിക്കുമ്പോൾ മകന്റെ മറുപടി എന്താണ്? ജനങ്ങൾ മുഴുവനും അയാളെക്കുറിച്ച് നല്ലത് പറയുന്നു, പക്ഷേ അയാൾ മോശപ്പെട്ട മനുഷ്യനാ. രണ്ടാമത്തെ സ്ത്രീ ജനങ്ങൾ മുഴുവനും ആക്ഷേപാർഹയാണ് അല്ലെങ്കിൽ മോശപ്പെട്ടവളാണ്, വ്യഭിചാരിണിയാണെന്ന് സ്ഥിരപ്പെടുത്തിയ ഒരു സ്ത്രീ. അവളെപ്പോലെ ആക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്തുകൊണ്ടാ അതുപോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചെറിയ കുട്ടിയോട്, മുലപ്പാൽ അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന കുട്ടിയോട് ചോദിക്കുമ്പോ ലോകത്ത് സംസാരിച്ച 3 കുട്ടികളിൽ ഒരു കുട്ടി പറയുകയാ. എന്താണ് പറയുന്നത്? ജനങ്ങൾ മുഴുവനും പറയുന്നു അവൾ മോഷ്ടിച്ചവളാണ് ചെയ്യുന്നത്. സത്യത്തിൽ ആ സ്ത്രീ മോഷ്ടിച്ചവളല്ല, അവൾ വ്യഭിചരിച്ചവളല്ല, അവൾ നല്ല സ്ത്രീയാ. ജനങ്ങൾ അങ്ങനെ ആക്കി തീർത്തതാണ്, ആ പേര് അങ്ങനെ പറഞ്ഞു എന്നതാണ്. എന്നാൽ അവൾ നല്ല സ്ത്രീയാണ് എന്നതാണ്. അപ്പോ അതുപോലെ ആക്കണമേ എന്നതാണ് ആ കുട്ടിയുടെ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിൽ ഇഷ്ടപ്പെട്ട മനുഷ്യനായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും സ്വഭാവത്തെയും നന്നാക്കി തീർക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നന്മയുടെ വശങ്ങൾ നമ്മോട് വീണ്ടും പഠിപ്പിക്കുകയാണ്. എന്താണ്? അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുക എന്നതാണ്. നല്ല കൂട്ടുകാരെയും നല്ല ബന്ധങ്ങളെയും സ്ഥാപിക്കുക എന്നതാണ്. ഒരിക്കലും മറ്റുള്ള വ്യക്തികളുടെ മനസ്സും അവരുടെ ചിന്തയും അവരുടെ പെരുമാറ്റവും അവർ പറയുന്നതോ നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമേ ഇല്ല. ഉസാമ റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വെട്ടിക്കളയുകയാണ്, കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ കൊലപ്പെടുത്തിയപ്പോൾ യുദ്ധത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ മരണപ്പെട്ടു അല്ലെങ്കിൽ എവിടൊക്കെ മരണപ്പെട്ടു എന്ന് യുദ്ധ നിരീക്ഷകൻ നടന്ന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കവേ ഉസാമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നുകൊണ്ട് പരാതി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അഖതൽതഹു, നീ അയാളെ കൊലപ്പെടുത്തിയോ? നഅം. ഫകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യനെയാണോ നീ കൊന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ അദ്ദേഹത്തെ വെട്ടാൻ നേരത്താണ്, അതായത് മുഴുവൻ മുസ്ലിങ്ങളെയും ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയ ശത്രുവാണ്, ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തുകയും വീണ്ടും പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഞാൻ അവനെ വെട്ടാൻ നേരത്ത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവനെ വധിച്ചത്. അവന്റെ മനസ്സ് അറിയില്ല എന്നർത്ഥത്തിൽ, അതായത് അവൻ വെറുതെ പറഞ്ഞതാണ്, അവന്റെ മനസ്സിൽ ഈമാണ്ടായിട്ട് പറഞ്ഞതല്ല എന്നർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ പ്രവാചകന്റെ മറുപടി, വകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത് യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവൻ നിനക്കെതിരെ കടന്നു വരും. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട്. ഉടനെ ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, നബി എനിക്ക് വേണ്ടി നിങ്ങൾ പാപമോചനം തേടണം. റസൂൽ ഒന്നും പറയുന്നില്ല. അതായത് മരിക്കണ സമയത്ത് ശത്രു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത് മനസ്സിൽ തട്ടിയിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ വെറുതെ പറഞ്ഞതാണോ ഒന്നും അറിയില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യനെ എന്തിനാ നീ കൊന്നത്? കൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത് യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ നിനക്കെതിരെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി അയാൾ കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരുടെയും മനസ്സിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ മനസ്സിലുള്ളത് എങ്ങനെയാണോ അത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള മറ്റൊരു നന്മ എന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്ന നന്മകള്. അതെങ്ങനെയാ? അള്ളാഹുവിന്റെ പ്രീതി കാമിച്ചുകൊണ്ട്. നമുക്കറിയാമല്ലോ, 3 വ്യക്തികള് ഗുഹയിൽപ്പെട്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് തോന്നിയ ഒരു സന്ദർഭം. അത് ഒന്നാമത്തെ ആള് മാതാവിനെ ചെയ്ത സുഹൃതങ്ങളെ കുറിച്ച് അള്ളാഹുവോട് പറഞ്ഞപ്പോ കല്ലൽപ്പം മാറിയതും, മറ്റൊന്ന് ഒരു സ്ത്രീ, തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീ ഉണ്ടായിട്ട് ആ പെൺകുട്ടി വിളിച്ചിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വശീകരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവൾ അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇത് മാറി നിന്നപ്പോ അല്ലെങ്കിൽ മാറി നിന്നതിന്റെ പേരിൽ ഞാൻ അള്ളാഹു നിന്റെ പ്രീതി കാമിച്ചുകൊണ്ടാണ് അങ്ങനെ ആ തിന്മയിൽ നിന്ന് മാറി നിന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ അപ്പോഴും കല്ല് മാറിയ സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ വ്യക്തി എന്താണ്? മൂന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനിക്ക് എന്റെ വീട്ടിൽ കുറച്ച് ജോലിക്കാരെ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ, തൊഴിലാളികളെ ഞാൻ വിളിച്ചു, അവർക്കൊക്കെ ഞാൻ വേതനം നൽകി. അവരുടെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾക്ക് മാത്രം ഞാൻ നൽകാൻ വേണ്ടി വെച്ചപ്പോൾ അയാൾ അത് വാങ്ങാതെ അയാൾ തിരിച്ചുപോയി. അയാൾ പോയ സന്ദർഭത്തിൽ അയാളുടെ ആ സമ്പാദ്യം അല്ലെങ്കിൽ ആ കൂലി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കുറെ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ വാങ്ങി
അങ്ങനെ അവ പെറ്റി ഒരുപാട് പ്രസവിച്ച് ഒരുപാട് ആടുകളും ഒക്കെയായി കുറേ ഉണ്ടായി. നാളുകൾ കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പ്രതിഫലം എനിക്ക് താ, ഞാൻ അധ്വാനിച്ചത് എനിക്ക് തരൂ എന്ന് പറയുമ്പോ ഈ മലന്തെരുവിലുള്ളത് മുഴുവനും നിന്റേതാണെന്ന് പറഞ്ഞ് അള്ളാഹു നിന്റെ പ്രീതികാംക്ഷ കൊണ്ട് ഞാൻ അയാൾക്ക് നൽകുമ്പോൾ അയാൾ ചോദിക്കയാ, യാ അബ്ദുല്ലാ അദ്ദി ഇലൈ അജ്രി, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? യാ അബ്ദുല്ലാ ലാ തസ്തഹീബി, എന്നെ നിങ്ങൾ പരിഹസിക്കുകയാണോ എന്ന രീതിയിൽ അയാൾ ചോദിക്കുന്നു. അല്ല, ഞാൻ അള്ളാഹുവിന്റെ പ്രീതികാംക്ഷ കൊണ്ട് നിനക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയതാണ് ഇത് മുഴുവനും എന്ന് പറയുകയും നിനക്ക് മുഴുവനും കൊണ്ടുപോകാം, ഇത് മുഴുവനും നിനക്കുള്ളതാം, നീ കൊണ്ടുപോക്കോ എന്ന് പറയുമ്പോൾ അത് മുഴുവനും ആടുകളെയും ഒട്ടകങ്ങളെയും ഒരു ദിനത്തിലെ കൂലി കൊണ്ട് അയാൾ പോയപ്പോൾ അത് മുഴുവനും വാങ്ങിക്കൂട്ടിയിട്ട് അതിൽ നിന്നുണ്ടായ ആടുകളും ഒട്ടകങ്ങളും കുതിരകളും അവ പ്രസവിച്ച് ഒരുപാടുണ്ടായി. എന്നിട്ട് പോലും കാലങ്ങൾ കഴിഞ്ഞ് പണ്ട് ജോലിക്ക് നിന്ന് അതേ മനുഷ്യൻ വന്ന് ചോദിക്കുമ്പോൾ ഇത് മുഴുവൻ നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞത് എന്തിനാ? ആ മനസ്സിന്റെ വിശാലത. അങ്ങനെ ചെയ്തതിന്റെ നിന്റെ പ്രീതികാംക്ഷ കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടായി? അയാൾക്ക് അള്ളാഹു വീണ്ടും ആ പാറക്കല്ല് മാറ്റിയതും രക്ഷപ്പെടാൻ കഴിഞ്ഞതുമായ സംഭവം നമ്മൾ കേട്ടു. അപ്പോ ഒരു മനസ്സിന്റെ വിശാലതയാണ് അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെയോ നമുക്കറിയാമല്ലോ, അള്ളാഹിന്റെ പരീക്ഷണങ്ങള് എപ്പോഴും ഏത് രൂപത്തിലും ഭാവത്തിലും നമ്മിലേക്ക് വന്ന് ഭവിക്കാം. 3 ആളുകളുടെ അരികിലേക്ക് ഒരു മലക്ക് കടന്നു വന്നു, 3 മനുഷ്യന്മാരുടെ അരികിലേക്ക്. ഏതൊക്കെയാണ്? ഇന്ന സലാസത മിൻ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽപ്പെട്ട അബ്റസ വഅക്റഅ വഅഅമ. ആരൊക്കെയാണ്? ഒന്ന് വെള്ളപ്പാണ്ട് രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യൻ കഷണ്ടിക്കാരനാണ്, തലയിൽ മുഴുവനും മുടികൾ കൊഴിഞ്ഞു പോയ ഒരു മനുഷ്യൻ, മറ്റേത് വഅഅമ അന്ധനായ മനുഷ്യൻ. 3 പേരെയും പരീക്ഷിക്കാൻ 3 പേരെയും പരീക്ഷിക്കാനായി അള്ളാഹു നിയോഗിച്ച മലക്ക്. ആ മലക്ക് വന്നു അവരോട് ഫഅതൽ അബ്റസ്, അതിൽ ഒന്നാമത്താൾ ഒന്നാമത്താൾ വെള്ളപ്പാണ്ട് ബാധിച്ച ആൾ, അയാളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യു ഷൈൻ അഹബ്ബു ഇലൈക്, നിനക്കെന്താ ഇഷ്ടം, നിനക്കെന്താണ് ആഗ്രഹം? അദ്ദേഹത്തിന്റെ മറുപടി, ലൗനുൻ ഹസൻ, ഞാൻ നല്ല ഭംഗിയുള്ള ആളായി തീരണം, വജിൽദുൻ ഹസൻ, നല്ല തിളക്കമുള്ള ശരീരപ്രകൃതി എനിക്കുണ്ടാകണം, വയദ്ഹബു അന്നി അല്ലദീ കദിറനി നാസ്, ജനങ്ങൾ ഏതൊരു കാരണത്തിന്റെ പേരിൽ എന്നിൽ നകന്നു പോകുന്നുവോ ആ കാരണം ഏത്? വെള്ളപ്പാണ്ടി രോഗം. അത് മുഴുവനും മാറ്റി എന്റെ ശരീരം നല്ല സൗന്ദര്യമുള്ളതാക്കി തീർക്കണം നാഥ എന്ന്, നാഥ എന്നല്ല, ആ മലക്കിനോട് ആവശ്യപ്പെടുകയാണ്. മലക്കെന്ത് ചെയ്തു? ഫമസഹു ഫദഹബ അൻ, അയാളുടെ ശരീരമൊക്കെ ഒന്ന് തടവി, അയാളുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ രോഗവും പോയി. പിന്നെയോ അങ്ങനെ ഏറ്റവും ഭംഗിയിൽ വഅതീലൗനൻ ഹസന, ഏറ്റവും ഭംഗിയുള്ള മനുഷ്യനായി തീർന്നു അയാൾ. എന്നിട്ട് വീണ്ടും മലക്ക് ചോദിക്കുകയാണ്, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് എന്താണ് സമ്പത്തിൽ അല്ലെങ്കിൽ ധനത്തിൽ നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം? അയാളുടെ മറുപടി അൽ ഇബിൽ, അയാൾ ഇബില് എന്നോ അൽ ബക്കർ ഒട്ടകമെന്നോ പശു എന്തോ ഒന്ന് അയാൾ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. ഏതായിരുന്നാലും അയാൾക്ക് പ്രസവിക്കാറായ നല്ലൊരു ഒട്ടകത്തെ നൽകി. എന്നിട്ട് മലക്ക് പ്രാർത്ഥിച്ചു, ബാറക്കല്ലാഹു ലക ഫീഹാ, അല്ലാഹു നിനക്കതിൽ ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമത്തെ മനുഷ്യന്റെ അരികിലേക്ക് മലക്ക് വീണ്ടും മലക്ക് ചെല്ലുകയാം. ഫതൽ അക്റഹ്, അയാളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് അയ്യ ഷൈൻ അഹബ്ബു ഇലൈക്, നിനക്കെന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. കഷണ്ടിക്കാരൻ പറഞ്ഞു, ഷഅറുൻ ഹസൻ, നല്ല ഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള മുടിയായിരിക്കണം എന്റെ തലമുടികൾ. വയദ്ഹബു അന്നി ഹാദല്ലദീ കദിരി നാസ്, ജനങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ഇഷ്ടപ്പെടണം, നല്ല ഭംഗിയുള്ള മുടിയായി തീരണം. ഫമസഹു ഫദഹബൻ വഅതി ഷഅറൻ ഹസന, മലക്ക തലയിൽ ഇങ്ങനെ തടവി കൊടുത്തപ്പോ ഏറ്റവും ഭംഗിയുള്ള തലമുടികളായി, കഷണ്ടി മുഴുവനും മാറിപ്പോയി നല്ല ഭംഗിയുള്ള മുടികളായി തീർന്നു. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനമേതാണ്, സമ്പാദ്യം ഏതാണ്? അൽ ബഖർ, പശുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫഅതി ബഖറൻ ഹാമില, പ്രസവിക്കാറായ ഒരു പശുവിനെ നൽകി. ബാറക്കല്ലാഹു ലക ഫീഹാ, അല്ലാഹു നിനക്കതിൽ ബർക്കത്ത് ചൊരിയട്ടെ. മൂന്നാമത് ഒരു അന്ധനായ മനുഷ്യന്റെ അരികിലേക്ക് മലക്ക് ചൊല്ലുകയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, അയ്യു ഷൈൻ അഹബ്ബു ഇലൈക്, നിനക്ക് എന്താണ് മോഹം, എന്താണ് നിനക്കുള്ള ആഗ്രഹം, എന്താണ്? അദ്ദേഹത്തിന്റെ മറുപടി, അയ്യറുദ്ദുല്ലാഹു ഇലയ്യ ബസ്രി ഫഉബ്സിറൻ നാസ്,
അള്ളാഹുവിന്റെ ഇഷ്ടം ഉദ്ദേശം ഏതാണോ, എനിക്ക് കണ്ണിന് കാഴ്ചകൾ നൽകാനാണ് എങ്കിൽ എനിക്ക് കണ്ണുകൾ കാഴ്ച നൽകപ്പെടണം, അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ കാണാൻ എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച നൽകപ്പെടണമെന്നതാണ് എൻ്റെ വലിയ ആഗ്രഹം, എനിക്കതാണ് വലിയ ഇഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എനിക്ക് ജനങ്ങളെ കാണാൻ കഴിയുക എന്നതാണ് എൻ്റെ വലിയ ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ മലക്ക് ഇങ്ങനെ തടവിയപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല കാഴ്ചയുള്ള വ്യക്തിയായി തീർന്നു. മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ഇഷ്ടം, സമ്പത്തിൽ എന്താ നിനക്ക് ആഗ്രഹം, ചോദിച്ചോ. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ആടിനെ കിട്ടിയാൽ, അല്ലെങ്കിൽ ആടിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഏതായിരുന്നാലും 3 പേർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകപ്പെട്ടു. ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ആടിന്റെ ആളുടെ, അല്ലെങ്കിൽ അന്ധനായ മനുഷ്യന് നൽകപ്പെട്ട ആട് കാരണം ഒരു തെരുവ് മുഴുവനും, അല്ലെങ്കിൽ ഒരു ഭാഗം മുഴുവനും ആട് പ്രസവിച്ച് ഒരുപാട് ആടുകളായി. പശു നൽകപ്പെട്ട വ്യക്തിക്ക് ഒരുപാട് പശുക്കളായി. അതുപോലെ തന്നെ ഒട്ടകത്തിന് നൽകപ്പെട്ട മനുഷ്യന് ഒരുപാട് ഒട്ടകങ്ങളായി, ഒക്കെ പ്രസവിച്ച് നിരവധിയായി. കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ മലക്ക് കടന്നു വരികയാണ്. മലക്ക് ചോദിക്കുകയാണ്, ഒരു വിരൂപനായ മനുഷ്യന്റെ രൂപത്തിലാണ് മലക്ക് വരുന്നത്. ഒരു വിരൂപനും വെറുക്കപ്പെട്ടവനും, അല്ലെങ്കിൽ അത്തരത്തിൽ പാണ്ഡ്യരോഗിയുമായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് വന്നുകൊണ്ട് ആ ഒന്നാമത്തെ മനുഷ്യൻ, വെള്ളപ്പാണ്ടുള്ള അതേ മനുഷ്യന്റെ അരികിൽ വന്നിട്ട് മലക്ക് പറയുകയാണ്, അദ്ദേഹത്തോട് പറയുകയാണ്, റജുലുൽ മിസ്കീൻ, ഞാനൊരു ദരിദ്രനായ മനുഷ്യനാണ്. എനിക്ക് യാത്രയ്ക്കുള്ള പാതേയങ്ങളില്ല, അല്ലെങ്കിൽ യാത്രാ സാമഗ്രികളില്ല, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ, കാരണം അത്രയും ദരിദ്രനായ മനുഷ്യനാണ് ഞാൻ എന്ന് പറയുമ്പോ ആ ഉടനെ ആ മനുഷ്യൻ പറയാണ്, ആര്? ആ വെള്ളപ്പാണ്ട് ആദ്യമുണ്ടായിട്ടത് മാറിയ ആ മനുഷ്യൻ പറയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇത് ഞാൻ അല്ലെങ്കിൽ തന്നെ കുറച്ച് സാമ്പത്തികമായ ഞെരുക്കത്തിലും പ്രയാസത്തിലുമാണ്. അല്ല ഹുക്കൂക്കുൻ കസീറ, ധാരാളം ഞെരുക്കമുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഞാൻ. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടനെ മലക്ക് ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ അറിയാം. അലം തകുൻ അബ്റസ്, നിന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഏതാണ് എന്ന് എനിക്കറിയാം. മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നീ മുഴുവനും പാണ്ഡ്യരോഗിയായി നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നില്ലേ? അതുകൊണ്ട് നീ പറയുന്നത് കളവാണ് എങ്കിൽ അള്ളാഹു നിന്റെ പഴയ അവസ്ഥയിലാക്കട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചു. അതായത് ഈ കളവ് പറയുന്ന മനുഷ്യൻ അതേ രൂപത്തിലായിത്തീരട്ടെ എന്ന്. അയാൾ അതേ രൂപത്തിൽ തന്നെ ആയിത്തീർന്നു എന്നതാണ്. രണ്ടാമതായി മലക്ക് വീണ്ടും ചെല്ലുകയാണ്. ആരുടെ അരികിലേക്കാണ് മലക്ക് ചെല്ലുന്നത്? കണ്ണ് കാണാത്ത മനുഷ്യന്റെ അരികിൽ ചെന്നുകൊണ്ട് അയാളോട് രണ്ടാമതായി കൊണ്ട് കഷണ്ടി ബാധിച്ച മനുഷ്യന്റെ അരികിൽ ചെന്നിട്ട് അയാളോടും ഇതുപോലെ പറഞ്ഞു. അയാളും പറഞ്ഞു, ഞാൻ ഒരുപാട് ഞെരുക്കമുള്ള ആളാണ്, എനിക്ക് ഒരുപാട് പ്രയാസമുള്ള ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മലക്ക് പറഞ്ഞു, നീ പറയുന്നത് കളവാണ്, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയണ, എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന സമ്പാദ്യമാണിത്, ഞാൻ എന്റെ പൂർവികരായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യമാണിത്, ഒന്നും തരില്ല എന്ന് പറയുമ്പോൾ നീ പറയുന്നത് കളവാണ് എങ്കിൽ അള്ളാഹു നിന്റെ പഴയ അവസ്ഥയിൽ തന്നെ ആക്കി തീർക്കട്ടെ. ഇത് നിന്നെ അതേ അവസ്ഥയിൽ അള്ളാഹു ആക്കി തീർക്കട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരൊക്കെ അതേ രൂപത്തിലും ഭാവത്തിലുമായി തീർന്നു കഴിഞ്ഞു. പിന്നെയോ മലക്ക് വീണ്ടും ആരുടെ അരികിലേക്കാണ് ചെല്ലുന്നത്? മലക്ക് അടുത്തതായി ചെല്ലുന്നത് കണ്ണ് കാണാത്ത മനുഷ്യന്റെ അരികിലേക്ക്. അന്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന് കാഴ്ചകൾ തിരിച്ചു കിട്ടി. ആ മനുഷ്യന്റെ അരികിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, റജുലുൽ മിസ്കീൻ വൈബിനിസ് സബീൽ, ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ഈ കാണുന്നത് മുഴുവനും നിങ്ങൾക്ക് എടുക്കാം, കാരണം ഞാൻ പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ മാറിയതാണ്, എനിക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് മലക്ക് പറഞ്ഞു, എന്ത്? ഫഖദ് റളിയല്ലാഹു അൻക വസഖിത അൻ സാഹിബക, താങ്കൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു താങ്കളെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ കുറിച്ച് എല്ലാ രീതിയിലും ഇഷ്ടമാണ്. എന്നാൽ താങ്കളുടെ മറ്റു 2 കൂട്ടുകാരുടെ കാര്യത്തിൽ അള്ളാഹു വളരെയധികം രോഷാകുലനാണ്, ദേഷ്യമാണ്. കാരണം അവർ ഇരുവരും അവരുടെ പഴയ കാലം മറന്നുകൊണ്ട് അവര് അതിനെ
കളവായ രീതിയിൽ അവർ ജീവിച്ചു എന്നതാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സിനെ വിമലീകരിക്കാനും ശുദ്ധീകരിക്കാനും കഴിയണം. ഏത് സമയത്താണെങ്കിലും നമ്മുടെ മനസ്സിനെ തിന്മയുമായി ബന്ധപ്പെടുന്ന അവസ്ഥകൾ അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നതാണ്. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിനെ നന്മയാർന്ന രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ കുടുംബജീവിതത്തിലാണെങ്കിലും എവിടെയായിരുന്നാലും തഖ്വ ഉണ്ടാക്കി തീർക്കുക എന്നതാണ്, സൂക്ഷ്മതയുണ്ടാക്കി തീർക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലു നാസൽ ജന്ന, ജനങ്ങൾ അധികവും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവെ കുറിച്ചുള്ള ഭക്തി, അതാണ് ജനങ്ങൾ അധികവും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വസുഇല അൻ അക്സരി മാ യുദ്ഖിലു നാസൻ നാർ, ജനങ്ങൾ അധികവും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അൽ ഫമു വൽ ഫർജ്, ഒന്ന് അവരുടെ നാവാണ്, മറ്റൊന്ന് അവരുടെ ഗുഹയാവയവമാണ്. ഇത് മുഖേനയാണ് നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെയോ നല്ല മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് ഏറ്റവും നല്ല ഈമാൻ പൂർണ്ണമായവൻ, വിശ്വാസം പൂർണ്ണമായവൻ, അവനാണ് മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടവൻ. വഖിയാറുകും ഖിയാറുകും ലിസാഇഹിം, നിങ്ങളുടെ ഭാര്യമാരോട് സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരുമാണ്. പിന്നെയോ റസൂൽ പറയുകയാ, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖി ദറജത സ്വാഇമി അൽ ഖായിം, നിന്ന് നമസ്കരിച്ചവന്റെയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് നോമ്പ് നോറ്റവന്റെയും പ്രതിഫലം ആർക്ക് കിട്ടും? നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, നമ്മളൊരു വിഷയത്തിന് അനാവശ്യമായിട്ട് തർക്കിക്കുകയും തർക്കങ്ങളും വിതർക്കങ്ങളും കുതർക്കങ്ങളുമായി നടക്കുകയാണ് എങ്കിലോ അത് മുഖേന നരകമാണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, അന സഈമു ബിബൈതി ഫി റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിലായിട്ടുള്ള ഭാഗം എന്നത് ആർക്കുള്ളതാണ്? ലിമൻ തറക്കൽ മിറാ, അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നവനായ മനുഷ്യനാണ്. വൈൻ കാന മുഹിഖ, സത്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അനാവശ്യമായ തർക്കം അവയെ ഉപേക്ഷിക്കുന്നവനാണ് സ്വർഗ്ഗത്തിന്റെ മധ്യത്തിലായിട്ടുള്ള ഭവനമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വബിബൈതി ഫീ വസതിൽ ജന്ന ലിമൻ തറക്കൽ കാദിബ വൈൻ കാന മാസിഹ, അവൻ തർക്കിക്കുന്നത് ചിലപ്പോൾ അതുപോലെ തന്നെ കളവ് ഉപേക്ഷിച്ചവനും അതുപോലെ തന്നെ ഇത്തരത്തിൽ നല്ല സൽസ്വഭാവിയായി ജീവിക്കുന്ന വബിബൈതി ഫീ അയലിൽ ജന്നതി ലിമൻ ഹസ്ന ഖുലുഖ, നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയായ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതി അവന് ലഭ്യമായി തീരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ മനസ്സിനെ തിന്മകളിൽ നിന്ന് വിമലീകരിക്കാൻ എന്ത് വേണം? മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ രണ്ട് ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിത്തീരണം. അത് ഏതൊക്കെയാണ്? ഒന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതാണ്, ഒന്ന് സൗമ്യതയാണ്. അത് സൗമ്യത ഉണ്ടായിത്തീരുക, അതുപോലെ വിവേകമുണ്ടായിത്തീരുക, കാര്യങ്ങൾ വേർതിരിച്ചുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക എന്നത്. പിന്നെയോ ആളുകളോട് ഇണക്കവും ഒതുക്കവുമുള്ള പ്രകൃതമായി തീരുക എന്നത്. അബ്ദുൽ ഖൈസിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിനക്കറിയുമോ, നിങ്ങൾക്കറിയുമോ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അൽ ഹിൽമു വൽ അനാത്ത്, ഒന്ന് വിവേകമാണ്, ഒന്ന് സൗമ്യത അല്ലെങ്കിൽ അവധാനത എന്നതാണ്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ക ഫിൽ അംരി കുല്ലി, ഏത് വിഷയത്തിലും സൗമ്യമായ സമീപനം ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ അയാൾ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രകൃതം അവ ഉണ്ടായിത്തീരുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയോ വർഷം ഖിദ്മത്ത് എടുത്ത സഹാബിയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുത്തിട്ട് പോലും ആ അനസ് റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് പറയാനുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും പോലും പ്രവാചകൻ എന്നോട് ഫമാ ഖാല ലി ഖത്തു ഉഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും നബി എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനേറെ വലാ ഖാല ഷൈൻ ഫഅൽതു ലിമ ഫഅൽത, എന്തിനാണ് അനസ് നീ അത് ചെയ്തത് എന്ന് പോലും എന്നോട് നബി ചോദിച്ചിട്ടില്ല. വലാ ലിഷൈൻ ലം അഫ്അലു അലാ ഫഅൽത കദാ, എന്തേ നീ അത് ചെയ്യാതിരുന്നത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. എന്തിനാ ചെയ്തത്, എന്തേ ചെയ്തില്ല എന്നൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഛേ എന്ന വാക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെയോ നബിയുടെ സ്വഭാവ പ്രകൃതം എന്നത്
അത് മനസ്സിന്റെ പ്രകൃതമാണ്. ഏതാണ്? വിശുദ്ധ ഖുർആൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമെന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബാബൻ വലാ ഫഹാഷൻ വലാ ലആനൻ. നബി ചീത്ത പറയില്ല, അശ്ലീലം പറയില്ല, ശപിക്കില്ല. ആരെയും വെറുതെ ശപിക്കുകയോ അശ്ലീലം പറയുകയോ ഇല്ല. റസൂൽ എപ്പോഴും പറയും, ഇന്ന മിൻ ഖിയാരികും അഹ്സനുകും അഖ്ലാഖ. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിന്റെ ഉടമയാ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്ത് വേണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നത്, നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവവും നല്ല പ്രകൃതവും ഉണ്ടായിത്തീരണമെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളുടെയും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചികഞ്ഞന്വേഷിക്കുന്ന പ്രകൃതത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് പറയുന്നൊരവസ്ഥ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അതുപോലെ അവരെ കുറിച്ചുള്ള അയ്യബത്തുകളും നമീമത്തുകളും പറയുന്ന അവസ്ഥ, അതിൽ നമ്മൾ മാറി നിൽക്കുക എന്നത്. നബി സഹാബത്തിനോട് ചോദിക്കുകയാം, അതദ്റൂന മൽ മുഫ്ലിസ്, ആരാ മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മത. സമ്പത്ത് അതുപോലെ തന്നെ യാതൊരു വിഭവങ്ങളും ദിർഹമൊന്നുമില്ലാത്തവരാണ് മുഫ്ലിസ് എന്ന് ഞങ്ങൾക്കറിയാം. പാപ്പരായവനാണ് മുഫ്ലിസ്. എന്നാൽ പാപ്പരായവൻ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാത്തവൻ, വിഭവങ്ങളില്ലാത്തവരാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് നബിയോട് പറയുമ്പോൾ നബി പറയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. ചില ആളുകൾ സകാത്തുമായിക്കൊണ്ടും നമസ്കാരമായിക്കൊണ്ടും നോമ്പുമായിക്കൊണ്ട് ചില ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരും. എന്നാൽ വയഅതി ഖദ് ശതമ, അവൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവനെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവന്റെ സമ്പത്ത് അന്യായമായി തിന്നിട്ടുണ്ടായിരിക്കും, അവന്റെ രക്തം അന്യായമായി ചീന്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അന്യായമായി ഒരാളെ ഇതാക്കിയിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും, ഒരു വ്യക്തിയെ വെറുതെ അടിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരും. അങ്ങനെ ഇവന്റെ നന്മകൾ മുഴുവനും അവനെടുത്തു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമസ്കാരവും നോമ്പും സകാത്തുമായി കൊണ്ട് കടന്നു വരുന്ന മനുഷ്യന്റെ നന്മകൾ മുഴുവനും മറ്റേ വ്യക്തിക്ക് അല്ലാഹു നാളെ നൽകപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെയോ ഇയാൾക്ക് ഒന്നും ഉണ്ടാവില്ല, ഇയാളില് ഇനി ഒരു നന്മയും കൊടുക്കാനില്ല എങ്കിൽ അയാളുടെ തിന്മകൾ എടുത്തുകൊണ്ട്, അയാളുടെ തിന്മകൾ ഏതുവോ ആ തിന്മകൾ എടുത്തുകൊണ്ട് അത് മുഴുവനും അവന്റെ തിന്മകൾ മുഴുവൻ എടുത്തുകൊണ്ട് ഇയാളിലേക്ക് കൊടുക്കും. ആരിലേക്കാ കൊടുക്കുക? മറ്റുള്ളവരെ കുറിച്ച് അശ്ലീലവും അനാവശ്യവും അതുപോലെ തന്നെ കളവുകളും പറഞ്ഞ മനുഷ്യനേതുവോ അങ്ങനെയുള്ള ആളുകൾക്ക് അയാളുടെ മേൽ ചാർത്തി കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സംസാരം നടത്തുന്ന മനുഷ്യന്മാരെ, അങ്ങനെയുള്ള ആളുകളെ അവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എന്നാലോ നമീമത്തും ഗീബത്തും അത് മനസ്സിൽ നിന്ന് വരുന്ന പ്രകൃതമാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഒരിക്കലും തന്നെ നമീമത്ത് പറയുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമീമത്ത് പറയുന്നവരായ മനുഷ്യന്മാർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു സ്ത്രീയെ കുറിച്ച് സഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാന തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ വതഫഅലു വതസദ്ദഖു വതുഇദിൽ ജീറാന ബിലിസാനിഹാ. ഒരു സ്ത്രീ, അവൾ ധാരാളമായി നമസ്കരിക്കുന്നവളാണ്, ധാരാളമായി സ്വതക്ക ചെയ്യുന്നവളാണ്, അതുപോലെ തന്നെ ഒരുപാട് നോമ്പ് നോൽക്കുന്നവളാണ്. നോമ്പ് നോക്കുന്നു, ധാരാളക്കണക്കിന് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീ, അവളുടെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശേഷം ആ സഹാബിയന്മാർ പറയുകയാണ്, അവള് നാവുകൊണ്ട് നാവുകൊണ്ട് ആളുകളെ കുറിച്ച് മോശമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ ഖൈറ ഫീഹാ, ഒരു നന്മയും അവൾക്കില്ല, അവൾക്ക് ഒരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകാവകാശിയിൽപ്പെട്ടവളാണ്, അവൾ നരകത്തിലേക്ക് പോകുന്നവളാണ്. വഫുലാനതു തുസല്ലിൽ മക്തൂബ വതസദ്ദഖു ബിഅസ്വാർ വലാ തുഅ്സി അഹദ. ഒരു സ്ത്രീ അവളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിർബന്ധമായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഉണങ്ങിയ വെണ്ണക്കെട്ട് അവൾ ദാനധർമ്മം ചെയ്യുന്നുണ്ട്.
പിന്നെയോ ഒരാളെ അവൾ പ്രയാസപ്പെടുത്തുന്നില്ല. അവളുടെ അവസ്ഥ എന്താ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗ്ഗാവകാശിയാണ്. അവൾ കൊടുക്കുന്നത് വളരെ കുറവാണ്, നമസ്കരിക്കുന്നത് വളരെ കുറവാണ്, പക്ഷേ നാവ് കൊണ്ട് ഒരാളെയും അവൾ പ്രയാസപ്പെടുത്തുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്ന ഒരു ഹദീസ് നമ്മൾ നിരവധി തവണ കേട്ടതാണ്. ആ ഹദീസില് എന്താണ്? അദ്ദേഹം സ്വർഗ്ഗാവകാശിയാണ്, 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 നിങ്ങളിലേക്ക് ഇനി കടന്നു വരുന്ന വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുകയും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിക്കൊണ്ട് താമസിക്കുകയും അങ്ങനെ തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തൊരു നന്മയാ നിങ്ങളിൽ ഞങ്ങൾ ചെയ്തതിനേക്കാൾ അധികമായി കൊണ്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ പ്രഭാതത്തിൽ ഞാൻ എണീറ്റത് മുതൽ പ്രദോഷത്തിൽ എന്റെ കിടക്കപ്പായിലേക്ക് എത്തുന്നത് വരെ ഒരാളോടും എനിക്ക് വിദ്വേഷ്യമില്ല, ഒരാളോടും എനിക്ക് ഉൾപ്പകയില്ല, ഒരാളെ ഞാൻ മോശമാക്കിക്കൊണ്ട് സംസാരിക്കുന്നില്ല എന്നതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായിക്കൊണ്ട്, ഒരു നന്മയായിക്കൊണ്ട് ആ സ്വഹാബി വര്യൻ പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ഏത്? അത്തരത്തിൽ ഒരാളെയും നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക എന്നത്. അതേപോലെ തന്നെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ തിന്മയിൽ വർത്തിക്കുന്നവരായ ചില ആളുകൾ, നാളെ തിഹാമ പർവ്വതത്തോളം, വെള്ള പർവ്വതമായ തിഹാമ പർവ്വതത്തോളം നന്മകളും സുഹൃത്തുക്കളുമായി ചില ആളുകളെ കൊണ്ടുവരും. അങ്ങനെ അവർ വരുന്ന സന്ദർഭത്തിൽ അവരുടെ അമലുകൾ മുഴുവനും ധൂളികളായിക്കൊണ്ട് അള്ളാഹു പറത്തിവിടുകയാം. എന്താണ് അവരെ ധൂളികളായിക്കൊണ്ട് പറത്തിവിടുന്നത്? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ ലകൂന ലഹും അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. ഞങ്ങൾക്ക് അവരെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തന്നാൽ നബിയെ, എന്നാൽ ഞങ്ങൾ അവരിൽ പെട്ടുപോകില്ലല്ലോ, ഞങ്ങൾക്ക് അവരെ കുറിച്ചൊന്ന് അറിയിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈൽ കമാ തഖുദൂന വലാകിന്നഹും അഖ്വാം ഇദാ ഖലൗ ബിമഹാരിബില്ലാഹി ഇൻതഖിയുഹാ. അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാ, പക്ഷേ ആരാരുമില്ലാത്ത സമയങ്ങളിൽ ഒറ്റപ്പെട്ടാൽ തിന്മയിൽ വർത്തിക്കുന്നവരാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളായ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നവരായ മനുഷ്യന്മാരാണ്. അപ്പൊ എവിടെയാ നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും നമ്മൾ സ്വയം നന്നാക്കിയെടുക്കുക എന്നത്. അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രകൃതം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, നന്മകള്, സുഹൃതങ്ങൾ ചെയ്യാതിരിക്കുക. ഖിയാമത്ത് നാളിൽ 3 വ്യക്തികളെ പ്രത്യേകമായി കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ ആ വ്യക്തികളോട് നിങ്ങൾക്ക് നൽകിയ അറിവ് നിങ്ങൾ എന്തിനുപയോഗപ്പെടുത്തി? ഖുർആൻ പഠിച്ച വ്യക്തിയോട് ചോദിക്കുന്നുണ്ടല്ലോ, നിനക്ക് ഞാൻ ഖുർആൻ പഠിക്കാനുള്ള കഴിവ് നൽകിയില്ലയോ? നീ ഖുർആൻ പഠിച്ചില്ലയോ? നീ നിനക്ക് നൽകിയ ആ വിശുദ്ധ ഖുർആൻ നീ എങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത് എന്ന് അയാളോട് ചോദിക്കുമ്പോ അയാൾ പറയും, ഞാൻ ഒരുപാട് പഠിപ്പിച്ചു എന്ന് പറയുമ്പോ അള്ളാഹു പറയാണ്, കെദബ്ത, നീ കളവ് പറഞ്ഞു എന്നതാണ്. മറ്റു വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരുപാട് ഞാൻ സമ്പത്ത് നൽകിയില്ലയോ? സമ്പത്ത് നീ എന്തിനാ ഉപയോഗപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോ അത് മുഴുവൻ ദാനധർമ്മം ചെയ്തു എന്ന് പറയുമ്പോ കെദബ്ത, നീ കളവ് പറഞ്ഞു. അതുപോലെ ആരോഗ്യം നൽകിയ മനുഷ്യനോട് ചോദിക്കുമ്പോ നിനക്ക് വേണ്ടി യുദ്ധത്തിനായി ഞാൻ ഇറങ്ങിത്തിരിച്ചു എന്ന് പറയുമ്പോ കെദബ്ത, നീ കളവാ പറയുന്നത്. മുഴുവനും പെരുമക്കും പ്രശസ്തിക്കും വേണ്ടിയാ നിങ്ങൾ ഇഹലോകത്ത് ജീവിച്ചത്, നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിച്ചില്ല എന്ന് പറയുമ്പോ അങ്ങനെ നന്മകളെ മുഴുവനും എടുത്തെറിയപ്പെടുന്ന ഒരവസ്ഥ ചില ആളുകളിലേക്ക് കടന്നു വരുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും നമ്മുടെ ശരീരപ്രകൃതങ്ങളെയും നമ്മൾ നന്നാക്കി തീർക്കുക എന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി മുസ്ലിം സമൂഹത്തെ നമ്മെ വിളിച്ചുകൊണ്ട് പറയുകയാം, യാ മഅ്ശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാൻ ഖൽബഹു ലാ തഅതാബുൽ മുസ്ലിമീന വലാ തത്തബിഉ ഔറാതിഹിം. ഹൃദയത്തിലേക്ക് വിശ്വാസം കടക്കാത്തവരായ മനുഷ്യരെ, കൂട്ടരെ, നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളായ ആളുകളെ കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കരുതേ. നിശ്ചയം ഒരാളുടെയും കുറവുകൾ അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുതേ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നന്നാക്കി തീർക്കുക എന്നത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും അവനെ അള്ളാഹു വഷളാക്കി കളയും.
ഇഹലോകത്തും പരലോകത്തും അള്ളാഹു അവനെ വഷളാക്കി കളയും. അതുകൊണ്ട് ഒരാളുടെയും കുറവുകളോ കുറ്റങ്ങളോ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ടതില്ല. ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, കുറ്റമറ്റ നല്ല തിളക്കമുള്ള ശരീരവും ഹൃദയവും അതാക്കി തീർക്കാൻ, അങ്ങനെയായി തീരാൻ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമ്മൾ അങ്ങനെയായി തീരുന്നതോടൊപ്പം തന്നെ സൂക്ഷ്മത എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കി തീർക്കുക. അതിന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സൂക്ഷ്മത ഉണ്ടായിത്തീരാൻ, പാൽക്കാരിയായ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ആ സൂക്ഷ്മത ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണില്ലേ എന്ന് ഉമ്മയോട് ചോദിച്ച അതേ സൂക്ഷ്മത നമുക്കുമുണ്ടായിത്തീരാൻ, അങ്ങനെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ചിന്തയെയും സ്വഭാവത്തെയും മാറ്റുക. അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.